നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ടെക്സ്റ്റിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകണ്ട, വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ സ്പീക്കേഴ്സ് വിസിറ്റ് ടു സ്റ്റോക്ക്ഹോം ഡിഫർ ഫ്രം ഹെർ ഏർലിയർ വിസിറ്റ്സ്? നേരത്തെ ഒരുപാട് പ്രാവശ്യം സ്റ്റോക്ക്ഹോമിൽ പോയിട്ടുണ്ടല്ലേ, അതിൽ നിന്നും ഇപ്പോഴത്തെ ആ ഒരു യാത്രയ്ക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? ആൻസർ: ദ സ്പീക്കേഴ്സ് ഏർലിയർ ട്രിപ്സ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൽട്ട് ആസ് പാസ് എക്സാമിനേഷൻസ്. നൗ ഷി വാസ് കമ്മിങ് ടു സ്റ്റോക്ക്ഹോം ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. എന്താണ്, നേരത്തെയൊക്കെ എന്തൊക്കെയോ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് പോയിരുന്നത് അല്ലേ? ഇപ്പോഴെന്തിനാണ് പോകുന്നത്? ഇപ്പോഴും നൊബേൽ പ്രൈസ് വാങ്ങിക്കാനാണ് പോകുന്നത്. നേരത്തെ എക്സാമിനൊക്കെയാണ് പോയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡു യു സ്പെൻഡ് ടൈം വെൻ യു ഗോ ഓൺ എ ലോങ് ജേർണി? നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ആൻസർ തന്നെ നിങ്ങൾക്ക് എഴുതാം. എന്താണ് ക്വസ്റ്റ്യൻ? നിങ്ങൾ ദൂരയാത്ര അല്ലെങ്കിൽ ദീർഘയാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നതാണ് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ. ഞാനിവിടെ തന്നിട്ടുള്ളത് എൻ്റെ ആൻസറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ആൻസർ എഴുതാം. ഐ യൂസ്ഡ് ടു ഹിയർ മ്യൂസിക് വൈൽ ട്രാവലിംഗ് എന്നാണ് ഞാൻ തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: I thought of my father and felt a deep sorrow. Why was she sad at the thought of her father? അച്ഛനെ പറ്റി പറയുന്ന സമയത്ത് ദുഃഖം വരുന്നു എന്നുള്ള ലൈൻസ് ഉണ്ടല്ലേ. എന്തിനാണ് അങ്ങനെ ദുഃഖിച്ചത്? ബിക്കോസ് ഹെർ ഫാദർ വാസ് നോ ലോങ്ങർ അലൈവ്. അച്ഛനിപ്പോൾ ജീവനോടെ ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ: ദ കോച്ചസ് നോ ലോങ്ങർ സീം ടു റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ബട്ട് ഗ്ലൈഡ് ടു സ്പേസ്. വൈ ഡസ് ദ സ്പീക്കർ ഫീൽ സോ? നമ്മൾ ട്രെയിൻ യാത്രയെ പറ്റി പറഞ്ഞല്ലേ. ആദ്യമേ ഒരു കടകട ശബ്ദമൊക്കെ ഉണ്ടാക്കി പോയി എന്ന് പറഞ്ഞു. പിന്നീട് എന്ത് തോന്നിയില്ല എന്ന് പറഞ്ഞു? ഭൂമിയിലോട്ടാണെന്ന് തോന്നിയില്ല, പകരം ആകാശത്തോടുകൂടി ആകാശത്തേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നി എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ തോന്നാൻ കാര്യം? ദീസ് ഷോസ് ഹെർ ഡേ ഡ്രീം ഇൻ വിച്ച് ഷീ ഈസ് ഗോയിങ് ടു മീറ്റ് ഹെർ ഫാദർ ഇൻ പാരഡൈസ്. അച്ഛനെ കാണാൻ സ്വർഗത്തിലേക്ക് പോയി എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചത്. അടുത്തത്: വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റൈറ്റേഴ്സ് ഫാദർ? റൈറ്ററുടെ ഫാദറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു ഇംപ്രഷൻ എന്താണ്? ഹർ ഫാദർ വാസ് എ ലവർ ഓഫ് ബുക്സ് അല്ലേ, പുസ്തകങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ ബുക്കുകളെ സ്നേഹിക്കുന്ന ഒരാളാണ്. ആൻഡ് ഹി ലൈക്സ് ടു ലിവ് ക്ലോസ് ടു നേച്ചർ. നേച്ചറുമായി വളരെ ക്ലോസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവരുടെ ഫാദർ. അടുത്ത ക്വസ്റ്റ്യൻ: ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ്. വാട്ട് അഡ്വൈസ് ഡസ് ദ സ്പീക്കർ റിക്വസ്റ്റ് ഓഫ് ഹർ ഫാദർ? അച്ഛനോട് ഞാൻ റിക്വസ്റ്റിന് വേണ്ടിയല്ല, അഡ്വൈസിന് വേണ്ടി വന്നതാണ് എന്ന് പറയുന്നല്ലേ. അപ്പം എന്ത് അഡ്വൈസിന് വേണ്ടിയായിരുന്നു വന്നത്? എന്തായിരുന്നു അവിടെ? ദ അഡ്വൈസ് റിഗാർഡിങ് ഹൗ ടു റീപേ ദ വേരിയസ് ഡെപ്റ്റ്സ് ഷീ ഫെയിൽസ് ഷീ ഓൺസ്. എന്താണ് ഷീ ഫീൽസ് ഷീ ഓൺസ്? അപ്പം അവർക്ക് കുറേ കടങ്ങളുണ്ട്, ഒരുപാട് പേരുമായി കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ കടങ്ങളെ പറ്റിയിട്ട് ഒരു ഉപദേശം, ഇതെങ്ങനെ വീട്ടണം എന്നുള്ളതിന് ഒരു ഉപദേശത്തിന് വേണ്ടിയാണ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ: എ ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ് ഐസ്. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ? അപ്പം അത്രയും നേരം ചിന്തിച്ചിരുന്നിട്ട് ഒരു അത്ഭുതം പോലെ തോന്നി, കണ്ണുകളിൽ ഒരു വണ്ടർ വരും എന്ന് പറഞ്ഞു. അപ്പം ആ എക്സ്പ്രഷൻ, അതുവരെ ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ മാറിയിട്ടാണ് വണ്ടർ എന്നൊരു എക്സ്പ്രഷൻ വരുന്നത് അല്ലേ. അപ്പം ഈ ചേഞ്ച് ഓഫ് എക്സ്പ്രഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വെൻ ഹി കെയിം ടു നോ ഹിസ് ഡോട്ടർ ഈസ് നോട്ട് ഇൻ ഡെപ്റ്റ് ഫോർ മണി ബട്ട് ഫോർ ബുക്സ്, എ ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അപ്പം ആദ്യം ഇദ്ദേഹം എന്താണ് കരുതിയിരുന്നത്? കടമുണ്ട് എന്ന് പറയുമ്പോൾ പൈസ അല്ലെങ്കിൽ പണത്തിൻ്റെ കടമാണ് എന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത് അല്ലേ. പക്ഷേ അവൾ കടപ്പെട്ടിരിക്കുന്നത് പണത്തിനല്ല, പകരം ഈ പറഞ്ഞ ബുക്കുകളുടെ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വണ്ടർ വന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഹിം ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദീസ് റൈറ്റേഴ്സ് ടു ഹർ. കുറേ റൈറ്റേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പം അവരെയൊക്കെ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സൽമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഫാദർ തന്നെയാണ് അല്ലേ. ഇറ്റ് വാസ് ടു ഹിം ഷീ ഫീൽ ഫസ്റ്റ് ഇൻ ടു ഡെപ്റ്റ് അല്ലേ. അപ്പം ആരുടെ അടുത്താണ് ആദ്യമായിട്ട് അവർ ഫെൽ ഫസ്റ്റ് ഇൻ ടു ഡെപ്റ്റ്? ആരുടെ അടുത്താണ് ആദ്യമായിട്ട് കടപ്പെട്ടത്? അച്ഛൻ്റെ അടുത്താണ് ആദ്യമായിട്ട് കടപ്പെട്ടത്. അടുത്തത്: ഡു യു തിങ്ക് ദർ ഈസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്? സ്റ്റേറ്റ് റീസൺസ്.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞിരുന്നില്ലേ എന്താണ്? ഹാർഡ് റോക്സിൽ അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിലും ഒക്കെ പോയിട്രി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എസ് എന്നാണെങ്കിൽ എസ് എന്ന് എഴുതി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, നോ ആണെങ്കിൽ നോ എന്ന് എഴുതി എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വലിച്ചു നീട്ടിയൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു, വലിയ നോട്ട്സ് ആണ് എന്നുള്ളതുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്രാവശ്യം ചെറുതാക്കിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ യെസ്, ദർ ഈസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്സ്. When we are close to them, we can hear music from the rocks and forests. We can hear the music of nature from them. ഇത്രയേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടുത്തത്, അപ്പോൾ അടുത്ത ചോദ്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ മക്കളെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് കുറവാണ്, ലൈക്ക് ഇഷ്ടമായിട്ടും ലൈക്ക് ചെയ്യാതിരിക്കല്ലേ, ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How does Salma's father console her? എങ്ങനെയാണ് അവളെ അച്ഛൻ സമാധാനിപ്പിച്ചത്? Salma's father consoles her by saying not to fear and that there is a remedy for her trouble. എന്താ പറയുന്നത്? പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് പറയുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? I owe them gratitude, father, both for their praise and for their censure. Why is the speaker thankful even to those who criticized her? അപ്പോൾ ആരുടെയോ കാര്യം പറയുന്നുണ്ടല്ലേ, ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു, അവരുടെ എന്നെ പുകഴ്ത്തിയതിനും അവരുടെ ക്രിറ്റിസിസത്തിനും ഒക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നില്ലേ? അപ്പോൾ ക്രിട്ടിസൈസ് ചെയ്തവരോട് എന്തിനാണ് കടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? their criticism has helped her to improve her writing. അല്ലേ? അവർ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് എഴുതാനായിട്ട് സാധിച്ചു. അപ്പം അവരുടെ ക്രിറ്റിസിസത്തിനോട് കടപ്പെട്ടിരിക്കണ്ടേ? തീർച്ചയായും വേണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് മേക്സ് ഫാദർ ലെസ് കാം? എന്താണ് ലെസ് കാമായി മാറ്റി എന്ന് പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാണ്? സൽമാസ് വേർഡ്സ് ദാറ്റ് ഷീ ഈസ് ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദോസ് ഹു പ്രേസ്ഡ് ആൻഡ് ക്രിട്ടിസൈസ് ഹർ മേക്സ് ഹിം ലെസ് കാം. അടുത്ത ക്വസ്റ്റ്യൻ, how did her friends and readers contribute to Salma Legroupe's journey to the Nobel Prize? ഈ നൊബേൽ പ്രൈസ് നേടാനുള്ള യാത്രയിൽ അവരുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ മറ്റ് ആരാണ് റീഡേഴ്സും ഒക്കെ എങ്ങനെയാണ് അവരെ സഹായിച്ചത്, എങ്ങനെയാണ് അവരെ കോൺട്രിബ്യൂട്ട് ചെയ്തത്? they opened doors for her when no one dares to believe her. അല്ലേ? മറ്റുള്ളവർക്കൊക്കെ അവരെ വിശ്വസിച്ചിട്ടില്ല, വിശ്വാസമില്ലാതിരുന്ന കാലത്ത് പോലും അവരാണ് അവസരത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുത്തത്. അടുത്തത്, ഹൗ ഡസ് ഫാദർ റെസ്പോണ്ട് വെൻ ഹി ഡിസ്കവേർഡ് ഹിസ് ഡോട്ടേഴ്സ് ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ്? ഏറ്റവും വലിയ ഡെപ്റ്റ് ഏതായിരുന്നു? നൊബേൽ പ്രൈസ് വാങ്ങി അക്കാഡമിയോടുള്ള ഡെപ്റ്റാണ് അല്ലേ? അതറിഞ്ഞപ്പോഴുള്ള അച്ഛൻ്റെ റെസ്പോണ്ട് എന്തായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്? ഫാദർ വിൽ സേ ദാറ്റ് ഹി കനോട്ട് ബിലീവ് ദ അക്കാഡമി. അച്ഛൻ എന്ത് പറയും? അക്കാഡമിയെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഹി വിൽ ലുക്ക് അറ്റ് ഹെർ ഫേസ് ആൻഡ് ഐസ്. അവളുടെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കും. ദെൻ എവറി റിങ്കിൾസ് ഇൻ ഹിസ് ഫേസ് വിൽ ട്രംബിൾ ആൻഡ് ടിയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. എന്ത് ചെയ്യും? ഒരുപാട് ചുളിവുകളുള്ള മുഖമാണ്, അതൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് കണ്ണിൽ നിന്നും എന്ത് വരും? കണ്ണുനീര് വരും കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഷോൾ ഐ റീപേ ദിസ് ഡെപ്റ്റ്? ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? വാട്ട് ഡസ് സൽമ മീൻ ബൈ ദിസ്? ഇതിലൂടെ സൽമ എന്താണ് ഉദ്ദേശിക്കുന്നത്? സൽമ ഈസ് ഇൻഡെപ്റ്റഡ് ടു ദ അക്കാഡമി ഫോർ ദെയർ ട്രസ്റ്റ് ഓൺ ഹർ. ദേ ഹാവ് ട്രസ്റ്റ് എനഫ് ഇൻ ഹർ ടു സിംഗിൾ ഹർ ഔട്ട് ബിഫോർ ദി ഹോൾ വേൾഡ്. ഒന്നുകൂടെ, ദേ ഹാവ് ട്രസ്റ്റ് ഇനഫ് ഇൻ ഹർ ടു സിംഗിൾ ഹർ ഔട്ട് ബിഫോർ ദി ഹോൾ വേൾഡ്. എന്താണ്? അപ്പം അക്കാഡമി അവളെ വിശ്വസിച്ചില്ലേ? അവള് ആ ഒരു ലോകത്തിന്റെ മുന്നിൽ അവളുടെ വിശ്വാസമാണ് അവർ ആ ഒരു സമ്മാനത്തിലൂടെ കാണിച്ചതല്ലേ? അപ്പൊ അതിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? കടപ്പെട്ട് ഇരിക്കും അല്ലേ? ഇതെങ്ങനെ തിരിച്ചു വീട്ടും എന്നാണ് ചോദ്യം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പാഠം പഠിച്ചത് കൊണ്ട് അത്യാവശ്യം നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എഴുതുക. സ്വന്തമായിട്ട് എഴുതാൻ അറിയാവുന്നവർ സ്വന്തമായിട്ട് എഴുതുക. മിടുക്കരായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.